നിമിഷപ്രിയയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് 2-3 കാര്യങ്ങൾ സൂചിപ്പിച്ചോട്ടെ. AP ഉസ്താദിന് പ്രത്യേകം നന്ദി. കാലങ്ങളോളമായിട്ട് പലരും പരിശ്രമിക്കുന്ന ഒരു വിഷയമാണെങ്കിലും APയുടെ ഇടപെടലാണ് റിസൾട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അദ്ദേഹം ഏതോ സംഘടനയോ ഏതോ മതമോ ഏതോ പണ്ഡിതനോ ആവട്ടെ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിന് റിസൾട്ട് ഉണ്ട് എന്നുള്ളതിൽ പ്രത്യേകം നന്ദി. നിമിഷയുടെ വധശിക്ഷ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തീരുമാനിക്കപ്പെടാൻ സാധ്യതയുള്ള ഒന്നാണ്. ആ കുടുംബം പൊരുത്തപ്പെട്ടു കൊടുത്താൽ മാത്രമാണ് അവളെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ അവൾ കുറ്റവാളിയാണ് എന്നും അവളെ വധിക്കുന്നതിൽ തെറ്റില്ല എന്നുമൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ചില സംഘ കാസ പ്രവർത്തകരുടെയൊക്കെ പോസ്റ്റുകളും കുറിപ്പുകളും അഭിപ്രായങ്ങളൊക്കെ കാണാനിടയായി. ഈ അഭിപ്രായം വരുന്നത് ഒറ്റ നിരാശയിൽ നിന്നാണെന്ന് മനസ്സിലാക്കാം. അത് ഒരു ഇസ്ലാമിക പണ്ഡിതൻ ഒരു മുസ്ലിം അല്ലാത്ത മറ്റൊരാൾക്ക് വേണ്ടി വാദിക്കുകയും പ്രവർത്തിക്കുകയും അവരെ മോചിപ്പിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നതിൻ്റെ ഒരു ക്രെഡിറ്റ് ഏറ്റെടുക്കുന്നതിൻ്റെ നിരാശ, അല്ലെങ്കിൽ അസൂയ, അല്ലെങ്കിൽ കുശുമ്പ്, ഇതൊക്കെ തന്നെയാണ്. ഇങ്ങനെയുള്ള കുശുംബന്മാർക്കും വർഗീയവാദികൾക്കും വിദ്വേഷം പ്രചരിപ്പിക്കുന്നവർക്കും വരട്ട് ചൊറി വരട്ടെ എന്ന് പണ്ട് ബഷീർ എഴുതിയതുപോലെ ചൊറി വന്നിട്ട് ആ ചൊറിയിൽ ചൊറിഞ്ഞ് സുഖം കൊള്ളുന്നൊരവസ്ഥയിലേക്ക് അവരെത്തിയിരുന്നുവെങ്കിൽ വിദ്വേഷം കുറച്ചെങ്കിലും ഒന്ന് കുറയുമായിരുന്നു നമ്മുടെ സമൂഹത്തിൽ. അവസാനമായി ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്, എല്ലാവരോടാണ് കേട്ടോ. നമ്മുടെ ഇന്ത്യ രാജ്യത്തെ ജയിലിലുമുണ്ട് ഒരുപാട് നിരപരാധികൾ, വിചാരണ തടവുകാരായിട്ട് കഴിയുന്ന നിരപരാധികൾ. അവർക്കും മനുഷ്യസ്നേഹം അല്പമെങ്കിലും നിങ്ങളുടെ അരികിലുണ്ടെങ്കിൽ അവർക്കും കനിഞ്ഞേകണം. അവരെയും ഒന്ന് വിട്ടയക്കാൻ. കോടതിയിൽ കയറാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തതുകൊണ്ട് ബുദ്ധിമുട്ടുന്ന അധസ്ഥിത ന്യൂനപക്ഷ ദളിത വിഭാഗങ്ങളുണ്ട്. ഇവരെയൊക്കെയും തന്നെ ഒന്ന് സഹായിക്കാൻ മനസ്സ് കാണിക്കണം എല്ലാവരും കൂടി. അവരെ മോചിപ്പിക്കാൻ, ആ നിരപരാധികളായിട്ടുള്ള മനുഷ്യരെ ജയിലിൽ നിന്ന് വിട്ടയക്കാനുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. ജയ് ഹിന്ദ്.